നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പാത്തി പുഴയുടെ ഭാഗമായ തിരുനെല്ലായി പുഴയാണ്. പുഴയിൽ വെള്ളമില്ലാതെ പുഴയിലെ കുളവാഴകളെല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. തെർമോകൂള്, ചെരുപ്പുകൾ, വെള്ളക്കുപ്പികൾ, മാലിന്യ കുപ്പികൾ, മദ്യക്കുപ്പികൾ, ഇറച്ചി വേസ്റ്റ് അടങ്ങിയതാകാം എന്ന് കരുതുന്ന പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിയിട്ടുള്ള മാലിന്യങ്ങളും വസ്ത്രങ്ങളും എല്ലാം തന്നെ ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പുഴയെ സംരക്ഷിക്കേണ്ട ചുമതല അധികൃതരുടെ തലയിൽ വയ്ക്കാതെ നാം ഓരോരുത്തരുമാണ് പുഴയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടത് എന്ന ബോധം ഓരോ പൗരനും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അധികൃതർക്ക് ഇവിടെ നോക്കി നിൽക്കാൻ കഴിയുമോ? കഴിയില്ല. രാത്രികാലങ്ങളിലാണ് ഈ മാലിന്യങ്ങളെല്ലാം ഇവിടെ വലിച്ചെറിയുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. നോക്കൂ, തെർമോകൂള്, പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിയിട്ടുള്ള മറ്റു മാലിന്യങ്ങൾ ഇതെല്ലാം ഇതിൽ നിറഞ്ഞു കിടക്കുകയാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ പൗരനുമാണ് ഉള്ള എന്നൊരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. മാലിന്യങ്ങൾ വലിച്ചെറിയുക മാത്രമല്ല, പുഴയുടെ വശങ്ങളും കയ്യേറിയിട്ടുള്ള ജനങ്ങളുണ്ട്. പുഴയുടെ വീതി കുറയുന്നുണ്ട്. പുഴയുടെ സൈഡിലെല്ലാം കെട്ടിയെടുത്ത് സ്വന്തമാക്കി മാറ്റിയിട്ടുള്ളവരും ഇവിടെ മാത്രമല്ല, ഒട്ടേറെ പുഴയുടെ അരികുകൾ ഇത്തരത്തിൽ കയ്യേറിയതായി നമുക്ക് അറിയാൻ കഴിയും. ഇതിന് നടപടിയെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. പുഴയെക്കുറിച്ച് ഒരു സർവേ നടത്തി, പുഴയുടെ വീതിയെക്കുറിച്ച് ഒരു സർവേ നടത്തി, കൂടുതലായി ആരാണ് ഇറക്കിക്കെട്ടി സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തികൾക്ക് നേരെ നടപടിയെടുക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. മുഖം നോക്കാതെ തന്നെ വേണം നടപടിയെടുക്കാൻ. ഇതിൽ രാഷ്ട്രീയക്കാരുണ്ടാകാം, ഉന്നതരുണ്ടാകാം, വൻകിട മുതലാളിമാരുണ്ടാകാം. പക്ഷേ ഇവരെയെല്ലാം മുഖം നോക്കി കണ്ണടച്ചാൽ പുഴയൊഴുകും വഴിക്ക് സ്ഥലമില്ലാതെ അവർ കയറി പുഴ പ്രളയം ഉണ്ടാക്കും. പ്രളയമുണ്ടാവാനും കാരണം ഇതാണ്. കുളങ്ങളും തോടുകളും പുഴകളും നികത്തി വെള്ളത്തിന് ആവശ്യമായ ഒഴുക്ക് നടത്താൻ സൗകര്യമില്ല എന്നുള്ളതാണ് പ്രധാന കാരണം.